സാർ, അവിടുത്തെ ഒരു കസ്റ്റമറാ. ഒരു അക്കൗണ്ട് സംബന്ധിച്ച ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയായിരുന്നു. ആണോ സാർ? എന്താ കാവേരി? അവർക്കും വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല വിനീതേട്ടാ. നമുക്ക് എന്തായാലും ബാങ്കിലേക്കൊന്ന് പോകാം. വിനീതേട്ടാ, വിനീതേട്ടാ, ഇവിടെ ചോദിക്കാം. സാർ, സാർ, ഒരു അക്കൗണ്ടിന്റെ വിവരം അന്വേഷിച്ച് ഞാൻ നേരത്തെ സാറിനെ വിളിച്ചിരുന്നു. വിനീത് കുമാർ അല്ലേ? അതെ സാർ. 50 ലക്ഷത്തിന്റെ ചെക്ക് മാറിയിരുന്നു അല്ലേ? അതെ സാർ. ഞങ്ങൾ ആ അക്കൗണ്ട് ചെക്ക് ചെയ്തിരുന്നു. ഡീറ്റെയിൽസ് മാനേജർ പറയും. വരൂ. സർ, ഇതാണ് അക്കൗണ്ട് ഹോൾഡർ. വിനീത് കുമാർ അല്ലേ? അതെ സാർ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നാ ചെക്ക് മാറിയത്. ഇപ്പൊ അക്കൗണ്ടിൽ പണം ഇല്ലാന്ന് പറയുന്നു. വിനീതേട്ടൻ അതിൽ നിന്ന് 1 രൂപ പോലും എടുത്തിട്ടില്ല സർ. ചെക്ക് മാറി അക്കൗണ്ടിലോട്ട് പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നില്ല? അതെ, പണം വന്നു മെസ്സേജും വന്നിരുന്നു. ഒന്ന് കാണിക്കുവാ മെസ്സേജ്. $50 ലക്ഷം ക്രെഡിറ്റ് ആയ മെസ്സേജിന് താഴെ ആ പണം അക്കൗണ്ടിൽ നിന്ന് പോയ മെസ്സേജും ഉണ്ടല്ലോ. അത് നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങട്ടാ വിനീതേട്ടാ. അയ്യോ വിനീതേട്ട, എന്താ? ഞാൻ ശ്രദ്ധിച്ചില്ല കാവേരി. പണം വന്ന മെസ്സേജ് വീണ്ടും വന്നെന്ന് ഞാൻ കരുതിയത്. സർ, വിനീതേട്ടൻ അക്കൗണ്ടിൽ നിന്ന് പണം എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ പണം ഡെബിറ്റ് ആവും? അതോ 50 ലക്ഷം ഒറ്റയടിക്ക്? അക്കൗണ്ട് ഡീറ്റെയിൽസ് ആർക്കെങ്കിലും കൊടുത്തിരുന്നു? ഇല്ല സാർ. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല സാർ, അങ്ങനൊന്നും ആർക്കും. സാർ, ഇത് ARB ബാങ്കിൽ നിന്നാണേ. വിനീത് കുമാർ സാർ അല്ലേ? അതെ സാർ. ഇത് അക്കൗണ്ട് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ടുള്ള കോളാണേ. സാർ ഫ്രീ ആണോ? സാർ, ഞങ്ങളുടെ ബാങ്കിൽ നിന്നൊരു ചെക്ക് മാറിയിരുന്നില്ലേ? അതെ സാർ. നിങ്ങളുടെ ATM കാർഡിന്റെ പിന്നിൽ ഒരു 16 അക്ക നമ്പർ ഉണ്ട്. അതൊന്ന് പറയാവോ? സാർ, 64. ഇപ്പൊ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അതും കൂടി ഒന്ന് പറഞ്ഞു തരാവോ? വിനീതേട്ട, എന്താ? സാർ, ഒരാളെ വിളിച്ചിരുന്നു. ആളെന്താ ചോദിച്ചത്? അക്കൗണ്ട് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ വിളിച്ചത്. എന്നിട്ട് എൻ്റെ ATM കാർഡിലെ പുറകിൽ നമ്പർ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തോ? കൊടുത്തു സാർ. ഫോണിലേക്ക് ഒരു OTP വരുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. എന്നിട്ട് അതും പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തു സാർ. അയ്യോ, എന്താ വിനീതേട്ട കാട്ടിയത്? കവരി ഇവരുടെ ബാങ്കിൽ നിന്നാണ് വിളിച്ചത്. ബാങ്കിൽ നിന്ന് അങ്ങനെ ആരും വിളിക്കില്ല. ബാങ്കിൽ നടന്ന പറഞ്ഞത്. അനിയാതൊരു തട്ടിപ്പ് കോളായിരുന്നു. അത് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇല്ലേ? OTP ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്നും പറഞ്ഞ് TV-യിലും പത്രത്തിലും റേഡിയോയിലും സോഷ്യൽ മീഡിയയിലും എത്രയാ പരസ്യം കൊടുക്കുന്ന? എന്നാലും ആൾക്കാർക്ക് ബോധമില്ല. അപ്പോ പണം പോയോ സാർ? പോയി. $50 ലക്ഷവും. അയ്യോ നീള, പണം എങ്ങനെ പോകും സാർ? ആ വിളിച്ചവനാരെന്ന് പറയേ. ഞാൻ അവൻ്റെ തിരിച്ചു വാങ്ങിച്ചോണ്ടാം. ഒരു പൈസയും ബാക്കിയില്ലാതെ. ബുദ്ധിമുട്ടാനിയാ. ഇതുപോലെ എത്ര സംഭവങ്ങൾ നടക്കുന്നു. വലിയൊരു നെറ്റ്വർക്കാ അത്. അതിന്റെ പിന്നാലെ ഓടിയാലേ ജീവിതം തീരുകയുള്ളൂ. ഭോപ്പാലിൽ നിന്നോ പഞ്ചാബിൽ നിന്നൊക്കെ ആയിരിക്കും അനിയന് വന്ന കോള്. അന്വേഷിച്ച് ചെല്ലുമ്പോഴേ ആ സിമിന്റെ ഉടമസ്ഥൻ മരിച്ചിട്ട് വർഷങ്ങളായി കാണും. പണം മാറ്റുന്ന അക്കൗണ്ടിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ എന്ത് ചെയ്യണം സാർ? സാർ, എന്റെ അനിയത്തിയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള പണം
അവളുടെ ഹാർട്ട് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നത് തന്നെ. ഓപ്പറേഷൻ ഇപ്പൊ നടത്തിയില്ലെങ്കിൽ അവളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും സർ. 12 വയസ്സേ ഉള്ളൂ അവൾക്ക്. ഒരു കംപ്ലൈൻറ്റ് എഴുതി തന്നേക്ക്. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം. ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ശ്രമിക്കാം. സർ, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പണം ഒന്ന് തിരികെ വാങ്ങിച്ചു തരണം. എത്രയും പെട്ടെന്നല്ല, പണം തിരികെ കിട്ടാൻ എന്തെങ്കിലും വഴി തെളിയാൻ പ്രാർത്ഥിക്കൂ കുട്ടി. എന്തെങ്കിലും വഴി തെളിയാനോ? ശരി ചേച്ചി, എന്നാ വെച്ചോ. എന്താ ഐഡി? നിളമോളെ റൂമിലാക്കിയെന്നാ പറഞ്ഞത്. പണം അടച്ചാൽ ഉടനെ ഓപ്പറേഷൻ തുടങ്ങാന്നും പറഞ്ഞു. പണം അടയ്ക്കാൻ എന്താടി, കയ്യിലിരിക്കുമല്ലേ? അതാ അച്ഛമ്മ എനിക്ക് മനസ്സിലാവാത്ത. പണം എടുക്കാൻ പോയ വിനീതേട്ടനെ കാണാനില്ലെന്ന്. നേഴ്സാണെങ്കിൽ പണം അടച്ചോന്നും ചോദിച്ച് പലതവണ റൂമിൽ ചെന്നു. അവനെ ഒന്ന് ഫോണിൽ വിളിച്ച് നോക്കിയാ പോരെ? ആ, ഫോൺ എടുത്തിട്ട് ദേ വരുന്നു ഇപ്പൊ വരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് സമയം കുറെ ആയെന്ന്. അവൻ ഈ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വ ചെയ്യാൻ അറിയാവൂടി. ആ കാവേരി ഇല്ലേ അവിടെ? കാവേരി ചേച്ചി പുറത്തെവിടെയോ പോയിരിക്കുക. ശോ, എന്തൊരു കഷ്ടമായത്. ശാരദാമ്മേ, ശാരദ ഇവിടെ ഇല്ലല്ലോ. അവരൊക്കെ കൂടി നിളയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അയ്യോ പോയോ? പോകുന്നതിന് മുമ്പ് അവരൊന്ന് കാണണമെന്ന് വെച്ചാ ഞാൻ വന്നത്. അങ്ങോട്ട് ഇരിക്കണം. ഞാൻ വേണമെങ്കിൽ ഫോൺ വിളിച്ചു തരാം. അതൊന്നും വേണ്ട. അച്ഛനൊരു കാര്യം പറഞ്ഞു, അതൊന്നും പറഞ്ഞിരുന്നാ മതി. എന്താ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും? അയ്യോ അതൊന്നുമില്ല. നീളമോളെ ഇവിടെ വന്ന് കണ്ടപ്പോ മുതല് അച്ഛന്റെ മനസ്സിൽ ഭയങ്കര സങ്കടം. അസുഖത്തിന്റെ കാര്യം ഓർത്താ. ഇത്രയും മിടുക്കിയായ ഒരു കൊച്ചിന് ഈ പ്രായത്തില് ഹാർട്ടിന് അസുഖം വരാന്നൊക്കെ പറഞ്ഞാ സങ്കടായിട്ട് പറഞ്ഞു. പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഓപ്പറേഷന് പണത്തിന് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. കമ്പനി വക ചാരിറ്റി ആയിട്ടൊക്കെ ഓരോ വർഷവും ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് ഓപ്പറേഷനൊക്കെ നടത്തി കൊടുക്കാറുണ്ട്. അസുഖമൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ ആന്റി? നിളമോൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് വളരെ അടുപ്പുള്ളവരോട് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എവിടെയും പരസ്യം ചെയ്തോ കൈ നീട്ടിയോ 1 രൂപ പോലും വാങ്ങരുതെന്നുണ്ട്. അതിനുള്ളതൊക്കെ ഞങ്ങളുടെ അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ട്. പുഷ്പവാടിയിലെ നിളയുടെ ഓപ്പറേഷനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതുപോലൊരു വീട്ടിൽ വന്ന് താമസിക്കുന്നത്. അവിടെ ഞങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിലെ റൂമുകളൊക്കെ ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട് ഹോം സ്റ്റേ വരെ നടത്തിയിരുന്നത്. നിളമോളുടെ അസുഖത്തിന്റെ കാര്യം നിങ്ങളോടും പറയണമെന്ന് കരുതിയതല്ല. അമ്മയുടെ കാര്യല്ലേ, മനസ്സിലൊന്നും ഇരിക്കത്തില്ല. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ആ കണ്ണാപ്പ ഇന്ന് കിട്ടിയാ കൊള്ളായിരുന്നു. കുറച്ച് പലഹാരം ഉണ്ടാക്കാന്ന് നോക്കിയപ്പോ കണ്ണാപ്പ കാണുന്നില്ല. അതിനെന്താ, ഇവിടെ ഇരിക്കുന്നതെല്ലാം നിങ്ങളുടെ സാധനങ്ങളല്ലേ? അയ്യോ, അങ്ങനെ ഒരു അവകാശത്തിന്റെ പേരിൽ ചോദിച്ചല്ല. ഇവിടെ ഉള്ളതൊക്കെ നിങ്ങളുടെ സ്വന്തമായിട്ട് കരുതണമെന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഉപയോഗം കഴിഞ്ഞിട്ട് തിരിച്ചു തരാം. വിരുന്നുകാരെങ്കിലും ഉണ്ടോ? ആ, ഒരു കൂട്ടര് വരുമെന്നുള്ള പ്രതീക്ഷയില്ല. ശരി മോളെ, ഇന്ന് എന്നെ തിരിച്ചു തന്നേക്കാട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ശരി. അത്രയും കടുപ്പിച്ച് പറയണ്ടായിരുന്നു. പിന്നല്ലാതെ കണ്ണാപ്പ വേണമെങ്കിലേ അതങ്ങ് പറഞ്ഞാ മതി. എന്തിനാ വെറുതെ തള്ളി മറിക്കാൻ നിൽക്കുന്നത്? ഒന്നും പതുക്കെ പറ, അവര് കേൾക്കും. കേൾക്കുന്നെങ്കിൽ കേക്കട്ടെ. ഇവിടെ വന്നപ്പോ മുതൽ സഹിക്കുന്നതാ അവരുടെ ഒരു പൊങ്ങച്ചം. അവരുടെ അച്ഛന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിലേ അവർക്ക് കൊള്ളാം. നമ്മൾ ഈ വീട്ടിൽ വന്ന് കിടക്കുന്നതുകൊണ്ട് ഗതിയില്ലാത്തവരാണെന്നൊന്നും കരുതണ്ട. ഉപ്പുണ്ടോ നോക്കിയാ ആന്റി? ചൂടുണ്ടേ? പാകത്തിനുണ്ട്. മൂപ്പ് ഇത്രയും വേണമെന്നില്ലടി. പരിപ്പോടെ കഴിക്കുമ്പോ കല്ല് പോലെ ഇരിക്കരുത്. ഇനി ഉഴുന്നുവട അവര് വന്നിട്ട് ചെയ്താ മതി. ചൂടോടെ കഴിക്കുന്ന സ്വാദ്.
കാര്യമായിട്ട് ആരോ വരുന്നുണ്ടല്ലോ. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അത് ഇന്നൊരു കൂട്ടർ വരുന്നുണ്ട് ശിവേട്ടാ. കൂട്ടരോ? ആ, നമ്മുടെ നരേന്റെ പെണ്ണുവീട്ടുകാര്. അതിന് അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അവൻ അവിടുന്ന് പെണ്ണു വീട്ടുകാർ. കഴിഞ്ഞ കല്യാണം അല്ല, ഇതൊരു ആലോചനയാ. ഓ, എന്ന് വെച്ചാ അവന് കല്യാണം ആലോചിച്ചുകൊണ്ട് പെണ്ണു വീട്ടുകാർ ഇങ്ങോട്ട് വരുന്നു. അതെ. അയ്യോ, ഒരു തമാശ. എന്താ ശിവേട്ടാ ഇത്? അല്ല, സാധാരണ പെണ്ണ് കാണലല്ലേ, ഇതെന്തോ ആണ് കാണല്ലോ. ഇത് നിങ്ങളോട് നേരത്തെ ഒന്നും പറയാതിരുന്നു. ശരി, എന്നോടൊന്നും പറയണ്ട. പറഞ്ഞിട്ടോ പറയാതിരുന്നിട്ടോ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായാൽ മതി. എന്താ ശിവേട്ടാ ഇങ്ങനെ? അവൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞാലും നമ്മളല്ലേ കല്യാണത്തിന് മുൻകൈ എടുക്കേണ്ടത്? എടി, അവന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇതിന്റെ മാവിന്റെ എണ്ണയുടെയും ഗ്യാസിന്റെയും കാശ് പോയി. അവന്റെ കല്യാണം ആലോചിക്കുന്ന സമയത്തെ നമ്മുടെ 2 മക്കളുണ്ടല്ലോ, അവർക്ക് ആലോചിച്ചൂടെ? നമ്മുടെ മക്കളോ? ആ, നമ്മുടെ മക്കള്. പിന്നെ അല്ലാതെ നരേന്റെ ഇളയതല്ലേ അവര്. അവന്റെ കാര്യം കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഡി, അവന് കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തോ എത്രത്തെടുക്കും? അച്ഛന്റെ അമ്മയുടെയും പ്രായം കഴിഞ്ഞ നരേൻ ആരുണ്ടാവും അവര് ചോദിക്കണേ. അതെന്തോന്നാടി, അവരുടെ കാലം കഴിഞ്ഞാ അവന് നമ്മളില്ലേ? നിങ്ങളുടെ സ്വഭാവം നല്ലപോലെ അറിയാവുന്നോണ്ടാ അവര് കല്യാണത്തിന് തിരക്ക് കൂട്ടുന്നേ. ആ, അത് കഷ്ടം. അയ്യോ, ഒരു മുടിഞ്ഞ പരിപ്പോടം പറഞ്ഞു. സോറി കാവേരി, ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സോറി. വിനീതേട്ടൻ എത്ര എളുപ്പത്തിലാ ആ ഒരു വാക്ക് പറഞ്ഞത്. സോറി. രൂപ 50 ലക്ഷമാ ഈ കടലെടുത്തതുപോലെ അങ്ങ് മാഞ്ഞു പോയത്. അതുണ്ടായിരുന്നെടുത്ത് അടയാളം പോലും ഇല്ല. എത്ര കഷ്ടപ്പെട്ട ജയബലിന്റെ അടുത്ത് അതൊന്ന് വാങ്ങിച്ചെടുത്തത്. വാദിച്ചു, വഴക്കിട്ടു, കലഹിച്ചു, കേസ് നടത്തി. എത്ര നാളത്തെ കഷ്ടപ്പാടാ. അച്ഛൻ മരുഭൂമിയിൽ ഹോമിച്ച എത്ര വർഷങ്ങളാ ഒറ്റയടിക്ക് കടലിലേക്ക് ഒഴുകിപ്പോയത്. അച്ഛൻ സമ്പാദിച്ച പണം കൊണ്ടാ തന്റെ ഹൃദയം ഇടിക്കുന്നതെന്ന് അഭിമാനം നിലയ്ക്കണ്ടാണെന്ന വാശിയായിരുന്നു എനിക്ക്. എന്നിട്ടത് നടക്കോ? ആ 50 ലക്ഷത്തിന് 1 രൂപയെങ്കിലും ഉപകരിച്ചോ നമുക്ക്? നേരത്തെ ആ പണം ജയബാലൻ കൈയടക്കി വെച്ചെങ്കിലേ ഇപ്പൊ അത് നമുക്കറിയാത്ത ഏതൊക്കെയോ ഫ്രോഡുകളുടെ കയ്യിലാ. കുറച്ച് ഒരല്പെങ്കിലും ശ്രദ്ധിക്കായിരുന്നില്ലേ വിനീതേട്ടാ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാന്നില്ലേ, ഓപ്പറേഷന് വേണ്ടത് ലക്ഷങ്ങളാ. നമ്മളത് എവിടുന്ന് ഉണ്ടാക്കും വിനീതേട്ടാ? ആ പണം എങ്ങനെയെങ്കിലും നമുക്ക് തട്ടിപ്പറിച്ച ആളുടെ കയ്യിൽ വാങ്ങിച്ചെടുക്കാം കാവേരി. എങ്ങനെയാ വിനീതേട്ടാ വിനീതേട്ടന്റെ ദൈവം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നെ? എല്ലാം സത്യത്തിന്റെ നീതിയുടെയും വഴിയിൽ അവസാനിക്കുന്ന വിശ്വസിക്കാൻ. നമ്മള് കംപ്ലൈന്റ് ചെയ്ത സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞത് കേട്ടില്ലേ? ദിവസം ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അതിൽ എത്ര പേർക്ക് പണം തിരിച്ചു കിട്ടി? ആ പണം തിരിച്ചു കിട്ടുമെന്ന് ബാങ്കുകാർക്കോ പോലീസുകാർക്കോ പോലും പ്രതീക്ഷയില്ല. പിന്നെ വിനീതേട്ടൻ മാത്രം ഇങ്ങനെയാ ആ വിശ്വാസം വെച്ചോണ്ടിരിക്കുന്നെ? അയ്യോ, ഗംഗേച്ചി വിളിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പണം അടയ്ക്കുന്ന കാര്യം ചോദിക്കാനാ. ഞാൻ എന്ത് മറുപടി പറയും വിനീതേട്ടാ? വിനീതേട്ടാ, വിനീതേട്ടാ എന്താ ഇത്? എന്തിനാ കാവേരി എന്റെ പേരിലെ ചെക്ക് പറയുന്നത്? എന്തിനാ എന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നത്? എന്തിനാ കള്ളന്മാരെന്റെ അക്കൗണ്ടിൽ നിന്ന് പണം കൊണ്ടുപോയത്? എന്തിനാ എന്റെ ജീവിതത്തിൽ മാത്രം എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാനൊരു തോൽവിയാ കാവേരി, വെറും തോൽവിയാ. കോളെടുക്ക കാവേരി, എന്നിട്ട് ഗംഗയോട് പറയും ഞാൻ ആ പണം മുഴുവൻ കൊണ്ട് തൊലച്ചെന്ന് പറ. നിങ്ങളെ ഓപ്പറേഷൻ നടക്കൂലെന്ന് പറ.
പഴിച്ചു കളയും. ഉറപ്പാ. ഞാൻ എവിടെയെങ്കിലും പോയി നശിച്ച് പൊക്കോളാം കാവേരി. ഇപ്പോഴാണ് മനസ്സിലായത് ഗംഗ എന്തിനാ ഞാനായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. ഗംഗയുടെ ജീവിതത്തിലേക്ക് ഞാൻ വരാൻ പാടില്ലായിരുന്നു. ഗംഗയുടെ മാത്രമല്ല, നിങ്ങളുടെ ആരുടെ ജീവിതത്തിലേക്ക് ഞാൻ വരാൻ പാടില്ലായിരുന്നു. വിനീതേട്ടാ, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിൽക്കുക നമ്മുടെ കുടുംബം ആകെ. അപ്പോഴും വിനീതേട്ടനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഗംഗേച്ചി എന്ത് പറയും? അതിനുശേഷം വിനീതേട്ടന്റെ ജീവിതം എന്താവൂന്നൊക്കെ ഗംഗ അറിയില്ല കാവേരി. ഗംഗ മാത്രമല്ല, അമ്മായി, നിളമോളും എല്ലാരും. അതുവരെ ഞാൻ എന്തിനാ പേടിച്ച് നിൽക്കുന്നത്? ആ ഫോൺ ഇതാ, ഞാൻ തന്നെ പറയാം ഗംഗയോട്, ഞാൻ പടം കൊണ്ട് തുലച്ചത്. അതുകൊണ്ട് എന്ത് ഗുണമാവും വിനീതേട്ടൻ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്? അതുവരെ ഞാൻ എന്തിനാ പേടിച്ച് നിൽക്കുന്നത്? ആ ഫോൺ ഇതാ, ഞാൻ തന്നെ പറയാം ഗംഗയോട്, ഞാൻ പടം കൊണ്ട് തുലച്ചത്. അതുകൊണ്ട് എന്ത് ഗുണമാവും വിനീതേട്ടൻ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്? പണം നഷ്ടപ്പെട്ട വിവരം ഗംഗേച്ചിയോ മറ്റാരെങ്കിലോ അറിഞ്ഞതുകൊണ്ട് എന്ത് ഗുണമാ ഉണ്ടാവാൻ പോകുന്നതെന്ന്. പിന്നെ എന്തെയും കാവേരി, ഹോസ്പിറ്റൽ അടയ്ക്കാൻ അവര് പണം ചോദിക്കില്ലേ? ചോദിക്കും. ഇല്ലെന്നാരാ പറഞ്ഞേ? അപ്പോ പണം നഷ്ടപ്പെട്ടു പോയെന്ന് അവരോടൊന്നും പറഞ്ഞിട്ട് അപ്പോഴും പ്രയോജനമൊന്നും ഇല്ലല്ലോ വിനീതേട്ടാ. പിന്നെ പണം ഉണ്ടാക്കണം. 1ഉം 2ഉം അല്ല, ലക്ഷക്കണക്കിന് രൂപ. അതുണ്ടാക്കണം എന്നുള്ള ചിന്തയില് ഒരു യന്ത്രം പോലെയായി എന്റെ തലച്ചോറ്. അതിന്റെ ഇടയിൽ വിനീതേട്ടനെ സമാധാനിപ്പിക്കാനുള്ള ജോലി കൂടി എന്റെ ചുമലിൽ കൊണ്ട് വെക്കരുത് പ്ലീസ്. ആർക്കും ആരെയും നഷ്ടപ്പെടണ്ട. അതുകൊണ്ട് മറ്റാരും ഒന്നും അറിയണ്ട. നീളമോളുടെ ഓപ്പറേഷനും നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും. പണം അതുണ്ടാക്കണം. ഇങ്ങോട്ട് വരാൻ പറഞ്ഞതിലൊന്നും തോന്നരുത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണമെന്നാ ഞങ്ങൾ. ഒരു കണക്കിന് അത് നന്നായി. പെണ്ണ് ജീവിക്കേണ്ടത് ഈ വീട്ടിലല്ലേ. ചെറുക്കം വന്ന് ഞങ്ങളുടെ വീട് കണ്ടിട്ട് എന്തിനാ? എന്നിട്ട് ഞങ്ങളുടെ വീടും ചുറ്റുപാടും ഒക്കെ ഇഷ്ടമായോ? ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇനി ചെറുക്കന് പെണ്ണിനെയും കൂടി ഇഷ്ടമായാൽ മതി. ആട്ടെ, ചെറുക്കനെവിടെ? അവൻ ഓഫീസിൽ നിന്ന് വന്നോണ്ടിരിക്കേ. ഒന്നുകൂടൊന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? എത്താറായെന്നാ വിളിച്ചപ്പോ പറഞ്ഞത്. അവൻ വന്നാണെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എവിടെയായിരുന്നടാ ഇത്ര നേരം? ആ, എന്തേ വിരുന്നവരുണ്ടോ? ആ ഉണ്ട്. ആ, വെറുതെ അല്ലേ മുത്തശ്ശൻ വിളിച്ചോണ്ടിരുന്നത്. ബന്ധുക്കളാണോ? ഞാൻ പോവാ. എടാ എന്താടാ? ബന്ധുക്കളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ കല്യാണം കഴിക്കാത്താണല്ലോ അവര് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിന്റെ ഇളയമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തി ഡ്രോയിങ് റൂമിൽ വെച്ചിട്ടുണ്ട്. നിനക്കൊരു ആലോചനയായിട്ട്. ഒരു പെണ്ണിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ, അവൻ ഇങ്ങോട്ട് കയറി വരുമ്പോ അവന് മനസ്സിലാവില്ല.
എടാ മോനെ പ്ലീസ് എടാ. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. എടാ മോനെ ഒന്ന് കാണുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. പറ്റില്ല. എടാ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും പ്രായമായി വരികയല്ലേടാ. ഇപ്പൊ നീ വന്നൊന്നും കണ്ടില്ലെങ്കി അവരെ അപമാനിക്കുന്നതിന് തുല്യല്ലേ. പാവങ്ങളല്ലേടാ, അവര് നിനക്ക് വേണ്ടിയല്ലേടാ ജീവിക്കുന്നത്. പ്ലീസ് എടാ. എടി അവന് താല്പര്യമില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? എന്നിട്ട് അവൻ കല്യാണം കഴിക്കാതെ നിക്കട്ടെ അല്ലേ? പിന്നെ അല്ലാതെ. എടി ഞാൻ മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കുന്ന ആളാ. അവൻ കല്യാണം കഴിക്കാതെ ബാച്ചുലറായി നിൽക്കാനുള്ള അവന്റെ അവകാശത്തെ ഞാൻ മാനിക്കുന്നു. ആണോ? ആ മനസ്സിനെ ഞാനും മാനിക്കുന്നു. നരൻ കല്യാണം കഴിക്കാതെ നിന്ന് പോയാലേ ഈ സ്വത്തും കൂടി വെട്ടി വിഴുങ്ങാന്നുള്ള മനപ്പായസാണല്ലോ അതിന് പിന്നില്. തൽക്കാലം അതിനുള്ള വെള്ളം അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ. ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിലേ പണം അടയ്ക്കണമെന്നാ നഴ്സ് പറയുന്നത്. നീ പണം അടച്ചില്ലേ? ഇല്ല ഗംഗേച്ചി, ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ പറ്റിയില്ല. പറ്റിയില്ലെന്നോ? അതെന്താ? ചെക്ക് മാറി അക്കൗണ്ടിൽ വന്നില്ലേ?